ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. പ്രീവിയസ് ക്ലാസ്സിൽ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്, അതായത് ഈ 1s 2s 2p 3s എന്നുള്ളത് എങ്ങനെയാണ് വരണമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് കാണാത്തവർ അവിടെ പോയി കാണുക. അതിൻ്റെ പാർട്ട് 2 ആണത്. ഇതെന്തായാലും നമ്മുടെ എക്സാംസിന് ഉണ്ടായിരിക്കും. ഇത്രയും പഠിക്കാനുണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസിയാണ് ഇതൊക്കെ. ആദ്യം എഴുതാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ആ സബ് ഷെൽസിൻ്റെ ഒരു ഓർഡറിൽ ആദ്യം എഴുതാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് 1 K L M N എന്നാണ് ഷെല്ലുകൾ. കെയിലുള്ളത് എസ് ആണ്, പിയിലുള്ളത് എസ് പി ആണ്, എമ്മിലുള്ളത് എസ് പി ഡി ആണ്, എസ് പി ഡി എഫ് ആണ് എന്നിലുള്ളത്. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കെയുടെ നമ്പർ 1 ആണ്, എല്ലിൻ്റെ നമ്പർ 2 ആണ്. അതൊക്കെ നമ്മൾ പണ്ട് 8ലും 9ലും പഠിച്ചതാണ്. എമ്മിൻ്റെ നമ്പർ 3 ആണ്, എന്നിൻ്റെ 4 ആണ്. ഇനി എസ്സിൽ സബ്ഷെല്ലിൻ്റെ മാക്സിമം ലിമിറ്റ് 2 ആണ്, പി എന്ന സബ്ഷെല്ലിൻ്റെ മാക്സിമം ലിമിറ്റ് 6 ആണ്, ഡിയുടെ മാക്സിമം ലിമിറ്റ് 10 ആണ്, എഫിൻ്റെ മാക്സിമം ലിമിറ്റ് 14 ആണ്. ഇത്രയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇതെങ്ങനെയാണ് ഇത് എഴുതുക എന്നുള്ളത് അവരുടെ കപ്പാസിറ്റികൾ മുകളിൽ മെൻഷൻ ചെയ്യണം. എസിൻ്റെ 2 എണ്ണം, എസിൻ്റെ 2, പിക്ക് 6 ആണ്, പിക്ക് 6, പിക്ക് 6, ഡി 10 ആണ്. കപ്പാസിറ്റി മുകളിൽ എഴുതുക F14 ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു S2 ഇവരൊക്കെ സെയിം ആവില്ലേ? S2 അങ്ങനെയല്ല, ഇവരുടെ സീരിയൽ നമ്പറും കൂടി ഇവരുടെ ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ ഇവർക്കൊരു യൂണീക്ക് ഫേസ് വരികയാണ്. അത് ഞങ്ങൾ കുറച്ച് നീക്കി എഴുതുകയാണ്. ഈ സീരിയൽ നമ്പർ ചേർത്ത് എഴുതുക 1S2. ഈ സീരിയൽ നമ്പർ ഇതിനും കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ 2S, ഇക്വേഷൻ അല്ല, ഓർബിറ്റിൽ 2S2 2p6 3. വളരെ സ്ലോയിൽ സാവധാനം പറഞ്ഞ ക്ലാസ് ഇതിൻ്റെ പിന്നിൽ കിടക്കുന്നുണ്ട്. അത് അവിടെ പോയി കാണാം നിങ്ങൾക്ക്. 3S2 3 ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 3p6 കോമിഡ 3d10. എല്ലാവർക്കും ഷെല്ലിൻ്റെ നമ്പർ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുക, അത്രേ ഉള്ളൂ. 4p6 4d10 അത്ര മതി. ഇനി കൂടുതൽ കൺഫ്യൂഷൻ നമുക്ക് ഇത്ര ആവശ്യം വരുള്ളൂ. 4d തന്നെ നമുക്ക് ആവശ്യം വരില്ല. അങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നോക്കാം. ആദ്യം പെട്ടിക്കള്ളി വരയ്ക്കുന്നതിന് മുമ്പുള്ള ഒരവസ്ഥയാണ് പറയണത്. അതായത് ഇത് കണ്ടില്ലേ, ഇത് ആദ്യം ഒരു നോർമലായിട്ട് എഴുതിയത്, എന്നിട്ട് ഇത് തന്നെ പെട്ടിക്കള്ളിയിലേക്ക് ആക്കിയിട്ടുള്ളതാണ് ഇത്. സോ ഉള്ള ഓറാണ് ഇവിടെ. അപ്പോൾ ഇതാദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് വരയ്ക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ഹൈഡ്രോജൻ അല്ല, അതിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം 1 ആണ്. ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം 1 ആണ്. നമുക്ക് 1 എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഷെല്ല് 2 എണ്ണം കൊള്ളുന്ന, അല്ലെങ്കിൽ ഇവിടെ പറയാം 2 എണ്ണം കൊള്ളുന്ന ഒരു എസ് ഷെല്ല് പോരെ, അതായത് 1s മാത്രം മതി. നമുക്ക് വേണമെങ്കിൽ വേറൊരു കാര്യം ചെയ്യാം. ഈ ഒരു ഓർഡർ ഇങ്ങനെയാണ് 1s2 2s2 അതൊന്ന് എഴുതി വയ്ക്കാം. ഈ ഹൈഡ്രജനെ ഇതിൽ വെട്ടി കോമൺ ആയിട്ട് 1s2 പിന്നെ 2s2 2p6 പിന്നെ 3s2 3p6 3d10 അങ്ങനെ പോകും. അപ്പോൾ ഇതാണ് അവരുടെ മെയിൻ ഒരു ഷെല്ല്, കോമിടണം. ഇനി നമ്മൾ ഹൈഡ്രജൻ്റെ കാര്യങ്ങൾ പറയാൻ പോവാണ്. കാര്യങ്ങളൊന്നും പറയാനില്ല. എന്തായാലും ഹൈഡ്രജനിൽ ഒരു ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ, അതെന്തായാലും ഈ 2ൽ കൊള്ളുമല്ലോ. സോ അത് മാത്രം എഴുതുക. അതിൽ എത്ര എണ്ണം കൊള്ളും എന്നുള്ളതാണ് മുകളിൽ എഴുതുന്നത്. കപ്പാസിറ്റി അല്ല, ഇത് സീരിയൽ നമ്പർ, ഇത് സബ്ഷെല്ലിൻ്റെ എണ്ണം, ഇത് നമ്മുടെ ആ ഒരു ഇലക്ട്രോൺ ഇവിടെ വന്നിരുന്നു എന്ന് കാണിക്കുക. ബാക്കിയുള്ളവർക്ക് എങ്ങനെയോ 2s0 2p0 അങ്ങനെയായിട്ട് പോകും. ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, അവരൊന്നും നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്ര മാത്രം എഴുതിയാൽ മതി. ഇനി അടുത്തത് ഹീലിയം എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺസാണ് ഉള്ളത്. അതിന് ആറ്റോമിക് നമ്പർ അറിയണം. ഹീലിയം 2 ഇലക്ട്രോൺസാണ്. അപ്പം നമ്മൾ ഇവരെ എഴുതി 1s 2s 2p 2 ഇലക്ട്രോൺസ് അല്ലേ വേണ്ടോ, അതായത് എസ്സിൽ 2 കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അത് ഇവിടെ കൊള്ളും, ബാക്കിയുള്ളതൊക്കെ 0. ഇവരെ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇത് ലിഥിയമാണ്. ലിഥിയം പറയാതെ ഞാൻ ബെറിലിയം പറയാം, അല്ലെങ്കിൽ ലിഥിയം തന്നെ പറയാം. ലിഥിയം പറയാൻ പോവാണ്. ലിഥിയം ആറ്റോമിക് നമ്പർ 3 ആണ്. ആദ്യം തന്നെ 1s 2s 2p എന്നൊക്കെ എഴുതി വയ്ക്കുക. കാരണം നിങ്ങളിപ്പോൾ സ്റ്റാർട്ടിങ് അല്ലേ, അപ്പോൾ കൺഫ്യൂഷൻ വരും. എന്നിട്ട് 3 ഇലക്ട്രോൺസ് എന്തായാലും എസ്സിൽ 2 എണ്ണേ കൊള്ളുള്ളൂ, പിന്നെ ഒരെണ്ണം പിയിലേക്ക് കടത്തേണ്ടി വരും. അപ്പോൾ നോക്കി നോക്കാം. എസ്സിൽ 2 എണ്ണം കൊടുത്തു. പിന്നെ പി അല്ല, ഇവിടെ സെക്കൻഡ് ഷെല്ലിലെ ആദ്യത്തെ എസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എത്ര എണ്ണം കൊള്ളും? 2 എണ്ണം കൊള്ളും. നമുക്കൊരാളെ കയറ്റിയാൽ മതി. കാരണം 2 ഇലക്ട്രോൺസിൽ
3 ഇലക്ട്രോൺസ് അല്ലേ ഉള്ളത്, അതിൽ 2 പേര് ഇവിടെ കയറി, ഇനി ഒരാളല്ലേ ഉള്ളൂ, ആ ഒരാൾ ഇവിടെ കയറ്റി, അത് 0. അപ്പോൾ ശരിക്കുള്ളത് 1s2 2s1. ഇത് എഴുതേണ്ട ആവശ്യമില്ല. ഇത് ബെറിലിയമാണ്, ബെറിന്ന് എഴുതണുള്ളൂ. ബെറിലിയം 4 ഇലക്ട്രോൺസ് ഉണ്ട്. നമ്മൾ സാധാ പോലെ 1s 2s 2p 3s ഇത്ര വരെ എഴുതി. ഇതിന് ആവശ്യം വരില്ല, എന്നാലും എഴുതി വയ്ക്കുക. 4 എണ്ണമല്ലേ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 4 ഇലക്ട്രോൺസ് ഉണ്ട്. അതിലെ 2 എണ്ണം ഇതിൽ കയറി, മൂന്നാമത്തെ കയറില്ല, കാരണം 2 എണ്ണമല്ലേ കപ്പാസിറ്റി. അപ്പോൾ ഇത് കഴിഞ്ഞു, ബാക്കി 2 എണ്ണം അതിവിടെ കയറ്റി. ഇവരൊന്നും വേണ്ട, ഇവരിലൊന്നും അറിയില്ല. അപ്പോൾ ഇത് എഴുതണ്ട. ഇതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2. അത്ര മാത്രം എഴുതിയാൽ മതി. ഇനി അടുത്തത് ബോറോണാണ്. ബോറോൺ എന്ന് പറയുമ്പോൾ 1s 2s ഒക്കെ അങ്ങനെ എഴുതി വയ്ക്കുക, കുറച്ച് നിങ്ങളൊന്ന് പ്രൊഫഷണൽ ആവണ വരെ. ഓക്കെ, ഇനി ബോറോൺ 5ആണ്. ഇത് ഈ വരയൊന്നും എഴുതണ്ട കേട്ടോ, ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് എഴുതണ്ട, ഈ ബ്രാക്കറ്റ് എഴുതണ്ട, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. 1 2 ഇവിടെ കയറി, അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ 1 2 3 3 ഉണ്ട്. 3 അതിൽ 2 എണ്ണം ഇതിൽ കൊള്ളുള്ളൂ, ആ 2 എണ്ണം അവിടെ ഇട്ടു, ബാക്കി 1 ഉണ്ട് ഇല്ലേ, ആ ഒരാളെ നമ്മൾ ഇതിൽ കയറ്റി. അപ്പോൾ ഇതൊക്കെ 0 ആയി പോകും. അപ്പോൾ ഇത് എഴുതേണ്ട ആവശ്യമില്ല. 1s2 2s2 2p1. ഇനി കാർബൺ ഈസി ആയി കാണുമെന്ന് വിചാരിക്കണം. 2s 2p 3s 3p ഈസിയാണ്, കെമിസ്ട്രി ഈസ് ഈസി. ഓക്കെ, കാർബൺ 6 ആണ്. 1 2 3 4 5 6 2 എണ്ണം ഇവിടെ കയറി, അപ്പോൾ ഇത് വെട്ടിക്കളയാം, തെറ്റാണ്ടിരിക്കാൻ. പിന്നെ 4 എണ്ണം ഉണ്ട്, 4 എണ്ണം ഇവിടെ കൊള്ളില്ല, അപ്പോൾ 2 എണ്ണം ഇവിടെ കയറ്റി. പിന്നെ 2 എണ്ണം ഉണ്ട്, ഇവിടെ 6 എണ്ണം കൊള്ളും, അപ്പോൾ 6 എണ്ണം കൊള്ളുമെങ്കിൽ 2 എണ്ണം എന്തായാലും കൊള്ളും. അപ്പോൾ ഇതൊക്കെ 0 ആയി പോകും. ഓക്കെ, ഓർഡറിലെ ആഡ് ചെയ്യാൻ പാടുള്ളൂ, അത് ഞാൻ പറയാൻ മറന്നു. നമ്മൾ ഇവിടെ 2 എണ്ണം കൊള്ളും, ഇവിടെ 2 എണ്ണത്തിൻ്റെ നല്ലൊരു അറിയുണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് പോകരുത്. ഇവിടെ സ്ഥലം ഉണ്ടെങ്കിൽ ഇതിലിട്ടിട്ട് അങ്ങോട്ട് പോകാൻ പാടുള്ളൂ, ഇത് നിറഞ്ഞിട്ടേ അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവർ ഏറ്റവും എനർജി കുറച്ചും കൂടി കൂടുതൽ, അതിലും കൂടുതൽ അതിലും കൂടുതൽ, അങ്ങനെ കൂടി വരിക. അപ്പോൾ ഏറ്റവും കുറവുള്ള എനർജി ലെവൽസിലാണ് ആദ്യം ഫില്ല് ചെയ്യണം. ഈ ഓർഡറിൽ ഫില്ല് ചെയ്തിട്ട് പോകാൻ പാടുള്ളൂ. ഇനി നൈട്രജൻ 7 ആണ്. 1 2 3 4 5 6 7 1s 2s 2p 3s 3p 2 എണ്ണം ആദ്യം ഞാൻ അവിടെ ഫില്ല് ചെയ്തു. പിന്നെ ഇനി 1 2 3 4 5 5 കൊള്ളില്ല, 2 എണ്ണേ കൊള്ളൂ, ആ 2 എണ്ണം അതിലിട്ടു, ആ 2 എണ്ണം കട്ടി തറയാം. പിന്നെ 1 2 3 3 എണ്ണം കൊള്ളും, പക്ഷെ ഇവിടെ പിയിൽ 6 എണ്ണം കൊള്ളും. 6 എണ്ണം കൊള്ളുമെങ്കിൽ 3 എണ്ണം എന്തായാലും കൊള്ളും, ധൈര്യമായിട്ട് 3 എണ്ണം എഴുതുക, ബാക്കിയൊക്കെ 0 കട്ടികളയാം. ഇതാണ് നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അടുത്തത് ഓക്സിജൻ 1 2 3 4 5 6 7 8 1s 2s 2p 3s 3p 3d കൂടി എഴുതി വയ്ക്കുക, ആവശ്യം വന്നാലോ. 2 എണ്ണം